കേരളത്തിൽ വട്ടമിട്ട് പറക്കുകയാണ്. രണ്ട് സംഭവങ്ങളാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, വീണ തൈക്കണ്ടിയുടെ കോഴക്കേസ്. രണ്ട്, ഇവിടുത്തെ ആശുപത്രികളിലെ അവയവ കച്ചവടവും ആ വഴിക്ക് വെളുപ്പിച്ച കോടികളുടെ കള്ളപ്പണത്തിൻ്റെ കണക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന വിവരം, വീണ തൈക്കണ്ടിയുടെ സ്വത്തുക്കൾ ഇ കണ്ടുകെട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇടയ്ക്ക് ഇ അവിടെ എത്തി കണ്ണൂരിലെ പിണറായിയുടെ വീടിനടുത്തെത്തി അവിടെ എല്ലാം അളന്ന് തിട്ടപ്പെടുത്തിയത്. പിന്നെ വീടിനോട് തൊട്ടടുത്ത് തന്നെയുള്ള വീണ തൈക്കണ്ടിയുടെ വേറെ ചില വസ്തുവകളൊക്കെ ഉണ്ട്, അതെല്ലാം അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. വീണയുടെ പ്രോപ്പർട്ടി സംബന്ധിച്ച് ഒരു ധാരണ വരുത്തിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ശരിക്കും ആ ഒരു എവിടെയൊക്കെയാണ് ഇവർക്ക് പ്രോപ്പർട്ടി ഉള്ളത്, സ്വന്തം പേരുള്ളത് മാത്രമേ ധാരണയാക്കാൻ പറ്റുള്ളൂ, ബിനാമി അടക്കില്ലല്ലോ. അതിൽ കണ്ടുകെട്ടേണ്ട ഇതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഇവരെ വീണയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. ഇപ്പോൾ ഒരു 1.5 ലക്ഷം രൂപയേ ഉള്ളൂ ബാങ്ക് അക്കൗണ്ടിൽ. പക്ഷേ ഇതെല്ലാം ഈ CMRL കമ്പനിയുമായിട്ട് നടന്നിട്ടുള്ള ഇടപാടുകളുടെ ഭാഗമായിട്ടാണ്. വീണയുടെ മാത്രമല്ല, CMRL കമ്പനി MDയുടെയും ഡയറക്ടർമാരുടെ എല്ലാം സ്വത്തുക്കൾ കണ്ടുകെട്ടും എന്നാണ് ഇപ്പോൾ. കണ്ടുകെട്ടും എന്ന് പറയുമ്പോൾ സാധാരണ എന്നേക്കും കണ്ടുകെട്ടുന്നതല്ല ഇത്, അല്ലേ? തൽക്കാലത്തേക്ക് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു, അതെ, അത് ഒരു മുൻകരുതൽ എന്നുള്ള നിലയിലാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. ഇത് അതിനുശേഷം ഇത് കേസ് തീരുന്ന മുറയ്ക്ക് ഇതിൽ അറ്റാച്ച്മെന്റ് ഒഴിവാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നമുക്കറിയാം, ഇതിൻ്റെ ഒരു നാൾ വഴി നമുക്ക് കൃത്യമായിട്ട് അറിയാം. എക്സാലോജിക് കമ്പനി, അതായത് വീണ തൈക്കണ്ടി അമ്മയുടെ പെൻഷൻ പൈസ ഉപയോഗിച്ച് തുടങ്ങിയ എക്സാലോജിക് കമ്പനി, അങ്ങനെ വേണം പറയാൻ, എങ്കിലേ നാട്ടുകാർക്ക് പെട്ടെന്ന് അറിയുള്ളൂ. ഒരു ആൾ പെൻഷനായപ്പോൾ കിട്ടിയ ഗ്രാറ്റുവിറ്റിയും പ്രോവിഡന്റ് ഫണ്ടും ശമ്പളവും എല്ലാം കൂടെ ചേർത്ത് എനിക്ക് അതൊരു 25 ലക്ഷം രൂപയെങ്കിലും കാണത്തില്ലേ? കാണും. അപ്പോൾ അത് വെച്ചിട്ടൊരു കമ്പനി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ആ കമ്പനിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോൾ കമ്പനി പിന്നെ സ്വയം ഇല്ലാതായി, സ്വയം എരിഞ്ഞില്ലാതായി. ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എതിലേ പോയി എന്ന് ചോദിച്ചാൽ, ഇൻവെസ്റ്റ്മെന്റിന്റെ 10 ഇരട്ടി കോഴയായിട്ട് കയ്യിൽ വന്നു. മാതൃകന്റെ. അതെ, അപ്പോൾ അതുപോലെയാണ് സംഭവം. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വീണയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിന് പിന്നാലെ അന്വേഷണം പിണറായി വിജയന്റെ സ്വത്തുക്കളിലേക്കായിരിക്കും വരാൻ പോകുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം തന്നെ ഇവർ ബിനാമി സമ്പാദ്യങ്ങളാവാനാണ് സാധ്യത. സ്വന്തം പേരിൽ സമ്പാദിക്കാൻ പറ്റില്ലല്ലോ അവർക്ക്. അതെ. അപ്പോൾ അത് എവിടെയാണെന്ന് വിചാരിച്ചാൽ അതൊന്നും കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അവർ ആത്മാർത്ഥമായിട്ട് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ഈ ബിനാമികൾ എല്ലാവരെയും പിടിവിടാൻ പറ്റും. നമ്മുടെ നാട്ടിലെ പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയും സ്വത്തുക്കൾ അവരുടെ പേരിലല്ല, ബിനാമി പേരുകളിലായിരിക്കും എല്ലായ്പ്പോഴും ഉള്ളത്. ഏറ്റവും മനോഹരമായിട്ട് കൈക്കൂലി വാങ്ങി. ഇപ്പോൾ സാധാരണ നമുക്കറിയാം, വിജിലൻസ് ഈ ചില ഉദ്യോഗസ്ഥരെ നോട്ടമിട്ടതിന് ശേഷം ഇവരിങ്ങനെ വട്ടമിട്ട് പറക്കും വിജിലൻസിന് ചുറ്റും. വിജിലൻസ് ഈ ഉദ്യോഗസ്ഥന് ചുറ്റും വട്ടമിട്ട് പറക്കും. അതിബുദ്ധിമാന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കറിയാം ഇത് ഈ വരുന്നവൻ വിജിലൻസ് ആണെന്നും ഇവനെ പിന്നെ നമ്മളെ വട്ടമിട്ട് പറക്കുകയാണെന്നും എല്ലാം കൃത്യമായിട്ട് അവർക്കറിയാം. അവരതിനകത്തുനിന്ന് വളരെ തന്ത്രപൂർവ്വം ഇതിനകത്തുനിന്ന് മുങ്ങും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിന് ഈ കൈക്കൂലി വാങ്ങാൻ വേറെ മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരാളെ കൊണ്ടുവന്ന് ഇയാൾ ജോലി ചെയ്യുന്ന ഓഫീസിനടുത്ത് ഒരു കടയുണ്ട്, അങ്ങനെയുള്ള കൊച്ചു കട, താൽക്കാലികമായിട്ട് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള പരിപാടികളാണ്. അതിന് ഓരോ സ്ഥലത്തും അങ്ങനെ ആൾക്കാർ ഉണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിടുന്ന ഈ കടയിലേക്ക് ആയിരിക്കും ഈ കൈക്കൂലി പണം എത്തുക. ആ കടയിൽ ചെന്ന് പിടിക്കാൻ വിജിലൻസിന് പറ്റത്തില്ലല്ലോ, കടക്കാരൻ ബിസിനസ് നടക്കുന്ന കടയിൽ. അതെ. പക്ഷേ വിജിലൻസ് ഇവരെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ പരാതിക്കാരനോട് ഇന്ന കടയിൽ കൊടുക്കാനായിരിക്കുമല്ലോ പറയുന്നത്. അപ്പോൾ പരാതിക്കാരൻ ഇതിനെക്കുറിച്ച് സൂചന കൊടുക്കും. സൂചന കൊടുത്തു കഴിയുമ്പം അപ്പോഴും ഈ കേസ് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ പരാതിക്കാരൻ അവിടെ കൊണ്ട് പൈസ കൊടുത്താൽ അയാൾ ഈ കൈക്കൂലി കൊടുക്കേണ്ട ഉദ്യോഗസ്ഥന് കൊടുക്കുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണെന്നൊക്കെ തിരക്കി അതിൻ്റെ പിന്നാലെ പോയി ഈ മാർക്ക് ചെയ്ത നോട്ടുകളും ഒക്കെ പിടിച്ച് കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട്. ഇതിപ്പം നമുക്കറിയാം, എല്ലാ സർക്കാർ ഓഫീസിലും രാവിലെ ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഈ വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് പോലുള്ള അവരുടെ കയ്യിലുള്ള ക്യാഷ് ഇൻ ഹാൻഡ് എത്ര ആണെന്നുള്ളത് അവിടെ എഴുതി വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ ഏതെങ്കിലും നിമിഷം പരിശോധന വരുമ്പോൾ അതിൽ 1 രൂപ എങ്കിലും കയ്യിൽ കുറഞ്ഞാൽ കുഴപ്പമില്ല, ചിലവാക്കിയാണെന്ന് പറയാം. 1 രൂപയെങ്കിലും കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് ഇവർ പറയേണ്ടതായിട്ട്. മിക്ക ആൾക്കാരെ ഇങ്ങനെയാണല്ലോ പിടിക്കുന്നത്. കണക്കിൽപ്പെടാത്ത പണം വിജിലൻസ് റെയ്ഡിൽ കണ്ടുപിടുത്തി എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഉദ്യോഗസ്ഥരുടെ എല്ലാം കയ്യിലുള്ള പണത്തിൻ്റെ ഒരു കണക്ക് എഴുതി വെക്കണം. എൻ്റെ കയ്യിൽ ഇത്ര രൂപയുണ്ട് എന്നുള്ളത് എഴുതി വെക്കും. അപ്പോൾ ആ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൽ കൂടുതൽ വരുമ്പോഴാണ് വിജിലൻസ് കയറി പിടിക്കുന്നത്. ഇപ്പോൾ ചിലക്ക് ഇടയ്ക്ക് വിജിലൻസ് ചില പദ്ധതികൾ, ഇപ്പോൾ ഓപ്പറേഷൻ ഈ തൂഫാൻ എന്നൊക്കെ പറയുന്ന പോലെ
ഒരു ഓപ്പറേഷൻ എന്നൊരു പേര് കൊടുത്തേച്ച് ഇപ്പം കൈക്കൂലിക്കാരെ പിടിക്കാൻ വേണ്ടി ഓരോ വകുപ്പുകളിൽ ഒരേ സമയം റെയ്ഡ് നടക്കും, വിജിലൻസിൻ്റെ റെയ്ഡ് നടക്കും. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കൈക്കൂലിക്കാരെ ഒന്നും പിടിക്കാതിരിക്കാൻ അവർ ചെയ്യുന്ന പരിപാടിയാണ് ഈ പുറത്ത് ചെന്ന് കൈക്കൂലി കൊടുക്കുക എന്നുള്ളത്. അത് പക്ഷേ പിണറായി വിജയൻ ഇച്ചിരി അതിബുദ്ധി കാണിച്ചു. അദ്ദേഹം ഈ CMRL കമ്പനിയിൽ നിന്നുള്ള കോഴപ്പണം സ്വന്തം മകളുടെ കമ്പനിയിലേക്ക് അങ്ങ് വാങ്ങിച്ചു. അത് വേറെ രൂപത്തിലായി. അതാണ് അത് സംഭവിച്ച പ്രശ്നം എന്ന് വെച്ചാൽ ED ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ വീണ വിജയന് കൃത്യമായി ഒരു കാര്യങ്ങൾ പറയാൻ അറിഞ്ഞുകൂടാ. അത് ബബ്ബ അടിച്ച അവസ്ഥയിലാണ് അവിടെ ഇരുന്നത്. അവർ ഓരോന്നും വളരെ സൂക്ഷ്മമായ രീതിയിലാണല്ലോ ED ചോദിക്കുന്നത്. ചോദിക്കുമ്പോൾ അതിനൊന്നും തന്നെ ഉത്തരം പറയാൻ കഴിയാതെ നമ്മൾ തന്നെ കണ്ടതാണ്. ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് വീണ വിജയൻ വളരെ ക്ഷീണിച്ച അവസ്ഥ നിലയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും, തല കുനിച്ചിറങ്ങി പോകുന്നത്. കാരണം ഒന്നും പറയാൻ പറ്റാതെ അവിടെ നിന്ന് കണ്ടുകളി എന്നാണ്. അല്ല, ഇവിടെ പിടി വീണത് എങ്ങനെയാണെന്നറിയാം. ഇവർ ജസ്റ്റ് പേരിനാണ് ഈ കമ്പനി ഉണ്ടാക്കി, കൈക്കൂലിപ്പണം മേടിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് മാത്രം. പക്ഷേ ഈ കമ്പനിയുടെ പ്രവർത്തനം പ്രോപ്പറായി നടക്കുകയും അതിനൊപ്പം ഈ കൈക്കൂലിപ്പണം മേടിക്കുകയും ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇവരെന്താണ്, ഇവരുടെ പ്രധാന ലക്ഷ്യം എന്താണ്? കമ്പനി നടത്തുക എന്നുള്ളതായിരുന്നില്ല. ഒരു തട്ടിക്കൂട്ട് കമ്പനി, ആ കമ്പനിയിലൂടെ തങ്ങൾക്ക് കിട്ടാനുള്ള കോഴപ്പണം വാങ്ങി എടുക്കുക എന്നുള്ളതാണ്. ഈ ശിവശങ്കർ ബുദ്ധി ഉപദേശിച്ച് കൊടുത്തപ്പോൾ ആൾക്കാരും പറഞ്ഞില്ലായിരുന്നോ, അതോ അതിൻ്റെ വേണ്ട ആവശ്യമില്ലെന്ന് ഒരു കരുതി എന്ന് പറഞ്ഞത്? ശിവശങ്കറാണല്ലോ അവർക്ക് ഇതെല്ലാം ബുദ്ധി ഉപദേശിച്ച് കൊടുത്തിട്ടുള്ളത്, എങ്ങനെയൊക്കെ കച്ചവടം നടത്തണം എന്നുള്ള കാര്യം. അല്ല, ഇതിനകത്ത് നമ്മളത് കാണണം. പിണറായി സർക്കാരിൻ്റെ കാലത്തെ അഴിമതികൾ നടക്കാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല എന്നാണ് നമുക്ക് ഡെയിലി ഇവിടെ വരുന്ന പരാതികളിൽ നിന്ന് മനസ്സിലാവും. വലിയ പദവി ഇരിക്കുന്നവർ കക്കുമ്പോൾ താഴെ ഇരിക്കുന്നവൻ എല്ലാവരും കക്കും. അല്ല, അതിനൊക്കെ ഒരു മറികടക്കുന്ന ഒരു രീതിയുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ബ്ലീച്ചിങ് പൗഡർ വാങ്ങിയതിലൊരു അഴിമതി, അത് കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു ന്യൂസ് വന്നതാണ്. നമുക്ക് ഒരാൾ ഇത് അയച്ചിരിക്കുകയാണ്, മെയിലിൽ അയച്ചു തന്നിരിക്കും. അതിനകത്തെ അഴിമതി അവർക്ക് കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഒരു കമ്പനി, ആ കമ്പനിക്ക് കോട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ കാശിന് ബ്ലീച്ചിങ് പൗഡർ മേടിക്കാൻ കൊടുക്കും. അതെ, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു പോകുന്ന കാര്യങ്ങൾ നമ്മൾ ആശുപത്രിയിൽ മരുന്നിൻ്റെ കാര്യമൊക്കെ എല്ലാവരും അന്വേഷിക്കും. ബ്ലീച്ചിങ് പൗഡർ, ലോഷൻ, അതെ, ഈ ബാത്റൂം കഴുകുന്ന സാധനം, എക്യുപ്മെന്റ്സ്, ഇതെല്ലാം ഉണ്ടല്ലോ. എത്ര കോടിയുടെ ഇത് വലിയ അഴിമതിയാണിത്. അതായത് ശ്രദ്ധിക്കില്ല. പക്ഷേ 4 കോടി രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരെ ഉള്ള ടേൺ ഓവർ ഉള്ള കമ്പനിക്ക് മാത്രം കൊടുക്കേണ്ട കരാർ വാർഷിക വിറ്റുവരവ് 2 കോടി രൂപയുള്ള കമ്പനിക്ക് കൊടുത്തിരിക്കുന്നു. അത് മാത്രമല്ല, അതിനകത്ത് മത്സര സ്വഭാവമുള്ള ടെൻഡറുകൾ വേണം. ഇപ്പം ഒരു കമ്പനി മാത്രമേ ഉള്ളെങ്കിൽ ടെൻഡർ തള്ളണം. അത് കഴിഞ്ഞ് വീണ്ടും ടെൻഡർ നടത്തി ഇവർ മാത്രമേ ഉള്ളെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ കരാർ കൊടുക്കാവുന്നതാണ് നിയമനം. ഡോക്ടർമാർ കയ്യിലുള്ള സോപ്പ് വാങ്ങിക്കുന്നതിൽ തട്ടിപ്പോണം. പക്ഷെ ഇതെന്താണെന്നറിയോ, ഈ ഒരു കമ്പനിയെ വന്നോളൂ, ഇവർക്ക് ഇത് ഈ പറഞ്ഞ വിലയ്ക്ക് അവർ പറഞ്ഞ എത്ര രൂപയാണോ ആ രൂപയ്ക്ക് കൊടുത്തിരിക്കും. അപ്പൊ എന്താണ് ഇതിനകത്ത് മനസ്സിലാക്കുക? എന്നിട്ട് ഇവരുടെ ഈ നിലവാരം കുറഞ്ഞ സംഭവം വന്നതിന് ശേഷം ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഗോഡൌണുകളിലെല്ലാം ഇരുന്ന് ഇത് കത്തി നശിച്ചു. ഒരു ഫയർ സർവീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. ഇത്രയൊക്കെ ആയിട്ട് പോലും അവർക്ക് പൈസ ഫുൾ പാസ്സാക്കി പിണറായി ഇറങ്ങുന്നതിന് മുമ്പ് വീണ്ടും അവർക്ക് കരാർ കൊടുത്തിട്ടാണ് പിണറായി ഇറങ്ങുന്നത്. പുള്ളി ഇറങ്ങാൻ നേരത്തെ എത്ര കരാർ അംഗീകരിച്ചു കൊടുത്തിട്ട് പോയി. ഏതൊക്കെ മേഖലകളിലാണ് ഇവർ കോഴ വാങ്ങിച്ചതെന്ന് ഓർത്താൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇത് നമ്മൾ ആരെങ്കിലും കരുതുന്നോ ബ്ലീച്ചിങ് പൗഡർ മേടിക്കുന്നതിനകത്ത്? നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ നോക്കും. ഹോസ്പിറ്റലിൽ സർജിക്കൽ എക്യുപ്മെന്റ്സ്, മരുന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഇങ്ങനെ ബ്ലീച്ചിങ് പൗഡറും ലോഷനും ഒക്കെ വാങ്ങിച്ചാൽ പോലും തട്ടിപ്പെന്ന് പറയുമ്പോഴേ ഇത് വലിയ തുകയല്ലേ? ഇത് കോടികളുടെ പരിപാടിയില്ലേ? കേരളമല്ലേ? അതാണ്, ഒരു ബ്ലീച്ചിങ് പൗഡറിൽ 1 കോടി ഒളിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതേ രീതിയിലുള്ള കേരളം കണ്ട ഏറ്റവും അഴിമതി നിറഞ്ഞ മന്ത്രിസഭയും സർക്കാരും സംവിധാനങ്ങളും തന്നെയാണ് കഴിഞ്ഞ കൈയിട്ട് വാരാത്ത ഒരു സ്ഥലവും ഇല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സ്ഥലത്ത് പോലും കൈയിട്ട് വാരാത്ത ഒരു സ്ഥലമില്ല. ഇത്ര സർവത്ര അഴിമതി. ഇവിടെ വന്ന് ഇപ്പോഴും പിണറായി വിജയനെ താങ്ങി പോസ്റ്റ് ഇടുന്ന, ഫേസ്ബുക്കിൽ ന്യായീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരാരും ഇത് അറിയുന്നില്ല. ഇനി അഥവാ അറിഞ്ഞാലും ഈ അന്തം കമ്മികൾക്ക് ഇത് അറിഞ്ഞാലും അങ്ങനെ ചുമ്മാണെന്നോ ഇത് ബൂർഷ്വ മാധ്യമങ്ങൾ പറഞ്ഞു വരുത്തണമെന്ന് പറയും. ഇപ്പൊ നമ്മൾ കിഫ്ബിയിലെ അഴിമതി കണ്ടില്ല. കിഫ്ബിയിലെ അഴിമതി ശരിക്കും നമുക്ക് ആദ്യം നമ്മളാണ് ആ സംഭവം കൊടുക്കുന്നത്, നമ്മളാണ് ആ വാർത്ത കൊടുക്കുന്നത്. അതായത് കിഫ്കോൺ എന്ന് പറയുന്ന കിഫ്ബിയുടെ ഉപകമ്പനിയിൽ ജോലി ചെയ്യുന്ന, കിഫ്ബിയിൽ നിന്ന് പോയി ജോലി ചെയ്യുന്നവർക്കല്ല 20,000 രൂപ ഇത് അലവൻസ് മാസം കൊടുത്തിട്ട് എന്ത് കാര്യത്തിനാണ്? അല്ലെ, സർക്കാർ മാറിയിട്ട് നമ്മൾ കാര്യം ഓർക്കുക, കിഫ്ബിയുടെ തലവൻ ഓടി രക്ഷപ്പെട്ട അവിടെ അയാളെ പേരിൽ നിന്ന് നടപടി ഇത്ര ഒന്നും എടുത്തിട്ടില്ല. കാരണം എന്താണ്? കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഇയാൾ. അതുകൊണ്ടാണ് അവരിടപെടും. അതാണ് കാര്യം. അതുകൊണ്ടാണ് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ വീണ തൈക്കണ്ടിയുടെ സ്വത്തുകൾ കണ്ടുകെട്ടുന്നതിനൊപ്പം തന്നെ EDയുടെ അടുത്ത നീക്കം ഈ ആശുപത്രികളിലേക്കാണ്. സ്വകാര്യ ആശുപത്രി, ഈ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് കിട്ടിയ കണക്ക് പ്രകാരമുള്ള ഈ അവയവ കച്ചവടത്തിന് ഒതുക്കുന്ന തുകയെന്ന് പറയുന്നത് കള്ളമാണ്. ഒരു വൃക്കയ്ക്ക് 50,000 രൂപയെന്നാണ് പറയുന്നത്. ഒരു പിന്നെ കരളിന് 1 ലക്ഷം രൂപയാണ്. മൊത്തം കള്ളമാണ്. ഒരു കരളിനൊക്കെ 1 ലക്ഷം രൂപ കിട്ടും. വെറുതെയാണ്. 20 ലക്ഷം രൂപയാണ്
ഒരു കരൾ മാറ്റി വെക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിന് കിട്ടുന്നത് ആ കമ്മീഷൻ വ്യവസ്ഥയിൽ ഇത് കൊടുക്കുന്ന ആൾക്ക് കിട്ടുന്നത് ഡോക്ടർ ഗണപതി എന്ന് പറയുന്ന അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും ശരി, ഈ വലിയ ഒരു കോഴ സർക്കാരിൻ്റെ കയ്യിലായിരുന്നു കേരളം ഉണ്ടായിരുന്നത്. ആ സർക്കാരിൻ്റെ എല്ലാ മേഖലയിലും പെട്ടവർ കോഴ വാങ്ങി. അപ്പോൾ നാട്ടിലുള്ള എല്ലാ മേഖലകളിലും കോഴയുടെ ഒരു അതിപ്രസരം ഉണ്ടായി. ഇപ്പോൾ വീണ തൈക്കണ്ടിയുടെ ഭൂമി അറ്റാച്ച് ചെയ്യുന്നു. ഇത് അറ്റാച്ച് ചെയ്ത വീണയുടെ മാത്രം പോരാ, പിണറായി വിജയനെതിരെ അന്വേഷണം വരേണ്ടതായിട്ടുണ്ട്. അത് ഉടനെ വൈകാതെ എത്തും എന്നാണ് ED വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന.